गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरम गुरु साक्षात् श्री ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു ജാതി കർമ്മങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ പൂജയെ കുറിച്ച് തെറ്റായ ഒരു ധാരണയുണ്ട്. ഒരുപാട് പൈസ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പൂജ മന്ത്രം ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാളുടെ ദോഷം എങ്ങനെയാണ്? പ്രശ്നമുണ്ട്. നമസ്തേ, കേൾക്കാൻ പറ്റും? കുറച്ച് റേഞ്ച് കട്ടായി കേൾക്കുന്നില്ലേ? കുറച്ച് കട്ടായി പോകുന്നുണ്ട്. കോഡ് അറിയോ? കോഡ് അറിയില്ലല്ലേ? പാസ്വേഡ് അടിച്ചാൽ ഡോർ തുറന്നിട്ട് ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മളെ ഒരു പൂജാതി കർമ്മങ്ങൾ, ഇപ്പൊ നമ്മളുടെ ദോഷ ദുരിതങ്ങൾ എങ്ങനെയാണ് ഒരു പൂജ കൊണ്ട് മാറ്റാൻ സാധിക്കുക? ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ മറ്റ് സംസ്കാരത്തിൽപ്പെട്ടവരുണ്ടാവും, ഇല്ലേ? മറ്റു സംസ്കാരത്തിൽപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ വിശ്വാസമാണ് എന്ന് പറയുന്നവരുണ്ടാവും, വിശ്വാസമല്ല എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ ഈ പൂജാ സംഗതി ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഒരാളുടെ ദോഷങ്ങൾ വരുമ്പോൾ എനിക്ക് ഇന്ന ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പലതരത്തിലുള്ള രാഹുകേതു ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പൂജയിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് സാറ് പറഞ്ഞതിന്റെ മറ്റൊരു ചോദ്യം. അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു വിമർശനാത്മക ബുദ്ധി ഉണ്ടാവണം നമുക്ക്. അത് വിമർശിച്ചാലേ കൃത്യമായ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഒരു പൂജ ചെയ്യുമ്പോൾ നമ്മളുടെ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ശരിയല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്, ഓം അഗ്നേ തവയസ്തേജസ് തദ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരതി സപ്തജിഹ്വാ ത്വയി വിഷയായിതി സമിതോ ജുഹോമി അഹമിത്യ ആജ്യാം ജുഹോമി ത്വംന പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രയച്ച പ്രയച്ച സ്വാഹ. പലരും കേട്ട മന്ത്രമാണ്. വേദങ്ങളിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ മറഞ്ഞുപോയ മന്ത്രമാണ്. പിന്നീട് ഒരു ഗുരുവാണ്, ശ്രീനാരായണ ഗുരുവാണ് ഈ മന്ത്രം ഉയർത്തിയെടുത്തത്. അതായത് ഓം അഗ്നേ തവയസ്തേജസ് തദ്ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അല്ലയോ അഗ്നി ഭഗവാനെ, അല്ലയോ സൂര്യ ഭഗവാനെ, നീ പ്രത്യക്ഷമായ ബ്രഹ്മമാണെന്നാണ്. അപ്പോ പ്രത്യക്ഷമായ ഈശ്വരൻ എന്ന് പറയുന്നത് സാക്ഷാൽ സൂര്യ ഭഗവാനാണ്, അഥവാ അഗ്നിയാണ്. അഗ്നി തന്നെയാണ് സൂര്യൻ എന്ന് നമുക്ക് വേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇല്ലേ? അപ്പോ അഗ്നി തന്നെയാണ് സൂര്യൻ. പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ പ്രത്യക്ഷമല്ലാത്ത ബ്രഹ്മങ്ങളുണ്ട്. അതാരൊക്കെയാ? നമ്മൾ ഈ ആരാധിക്കുന്ന ഗണപതിയും മുരുകനും ശിവനും അയ്യപ്പനും യേശു ക്രിസ്തുവും അള്ളാഹുവും ഒക്കെ മനുഷ്യനിർമ്മിതമാണ്, ഇല്ലേ? മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇതെല്ലാം. ാതിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന ഗണപതിയോ മുരുകനോ ശിവനോ അയ്യപ്പനോ ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? ഇപ്പൊ ദിനോസറിന്റെ കാലഘട്ടത്തിൽ കിട്ടിയ ഗണപതിയുടെ ഫോസില്, ഗണപതി വിഗ്രഹത്തിന്റെ ഫോസിൽ ഉണ്ടോ? ഇല്ല. മനുഷ്യരെന്നുണ്ടായോ അന്നാണ് വിഗ്രഹങ്ങൾ, അമ്പലങ്ങളും ഒക്കെ ഉണ്ടായത്. അമ്പലം ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ആ വിഗ്രഹം കൊത്തിയത് മനുഷ്യനാണ്, ചിത്രം വരച്ചത് മനുഷ്യനാണ്. മനുഷ്യ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ഇല്ലാതായാൽ ഈ പറയുന്ന ഒരു ഗണപതിയും ഈ ലോകത്തുണ്ടാവില്ല. അപ്പൊ നമ്മുടെ നിർമ്മിതിയാണ്, മനുഷ്യന്റെ നിർമ്മിതിയാണ് ഈ പറയുന്ന ഗണപതിയും മുരുകനും എല്ലാം തന്നെ. അല്ലാതെ അതുക്ക് മുന്നേ ഒരു ദൈവം ഇല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ശരിക്കും ഈശ്വരന്മാരുണ്ടായത്. അത് ഗണപതി ഭഗവാനാണ്, ഇല്ലേ?
അപ്പോൾ സൂര്യനാണ് യഥാർത്ഥ ദൈവം. സൂര്യൻ അഥവാ അഗ്നി. സൂര്യന്റെ പ്രകാശകിരണം ഈ ഭൂമി മാതാവിൽ പതിച്ചപ്പോൾ സൂക്ഷ്മ ജീവികൾ ഉണ്ടാകുകയും അത് പരിണമിച്ച് നമ്മൾ വരെ എത്തി. ഈ പുൽക്കൊടികളും സകല ചരാചരങ്ങളും നമ്മൾ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും സൂര്യനാണ്. അപ്പൊ നമ്മളെയൊക്കെ ജനിപ്പിച്ചത്, സൂക്ഷ്മജീവിയായിട്ട് ജനിപ്പിച്ചതും അത് പരിണമിപ്പിച്ചതും ഈ കാണുന്ന പുൽക്കൊടികളും ഇതൊക്കെ വളരാനും ജനിക്കാനും ഒക്കെ കാരണക്കാരൻ ഇപ്പോഴും സൂര്യഭഗവാൻ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല, ഇല്ലേ? ഇനി നമ്മൾക്ക് ഭക്ഷണം തരുന്ന ആരാണ്? അതും സൂര്യഭഗവാനാണ്, ഇല്ലേ? നമ്മളൊരു പഴം കഴിക്കുന്നു എന്ന് വിചാരിക്കുക, ആ വാഴ വിത്ത് മുളപ്പിച്ചത് സൂര്യഭഗവാനാണ്, ഇല്ലേ? അപ്പോൾ നമ്മളെ നിലനിർത്തുന്നതും സൂര്യഭഗവാനാണ്. നമ്മൾ ആദ്യം ചൊല്ലി ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരാണ്. ബ്രഹ്മാവ് സൃഷ്ടിയുടെ കാരകത്വം. അപ്പൊ ബ്രഹ്മ എന്ന് വിളിക്കുന്നത് സൂര്യദേവനെയാണ്. വിഷ്ണു നിലനിൽപ്പ്, നമ്മൾക്ക് ഭക്ഷണം തരുന്നത്, നമ്മൾ എടുക്കുന്ന വസ്ത്രത്തിന് ഉപയുക്തമായിരിക്കുന്ന ആ സസ്യത്തെ നിർമ്മിച്ചതും സൂര്യഭഗവാനാണ്. അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് കാരണവും സൂര്യഭഗവാൻ തന്നെയാണ്. ഇനി ഗുരുദേവോ മഹേശ്വര, അതായത് കാലചക്രം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ മരണത്തിന് കാരണമാകുന്നതും സൂര്യഭഗവാനാണ്, ഇല്ലേ? അപ്പോ നമ്മളെ നിലനിർത്താൻ അറിയാമെങ്കിൽ, നമ്മളെ ജനിപ്പിക്കാൻ അറിയാമെങ്കിൽ, നമ്മളെ നിലനിർത്താൻ അറിയാമെങ്കിൽ, നമ്മുടെ മരണത്തിന് കാരണമാകാമെങ്കിൽ, നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ദോഷ ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും സാക്ഷാൽ സൂര്യഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിലായി? ആ സൂര്യഭഗവാനാണ് അഗ്നിയായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്, പ്രതിബിംബമായിട്ട്. ആ സൂര്യഭഗവാന്റെ പ്രതിബിംബമായിരിക്കുന്ന അഗ്നിയെ നമ്മൾ ഹോമകുണ്ഡത്തിൽ ആരാധിക്കുന്നു. അതാണ് പ്രത്യക്ഷ സ്വരൂപമായ ബ്രഹ്മം. നമ്മള് വേദങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിലും ഭാഗവതത്തിലും ഭഗവത്ഗീതയിലേക്ക് ദൈവം ഒന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും സൂര്യഭഗവാനായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഒരാൾക്ക് പ്രത്യേകിച്ചൊരു വെളിച്ചം സൂര്യഭഗവാൻ കൊടുക്കുന്നില്ല, ശരിയല്ലേ? ഈ സൂര്യഭഗവാനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സൂര്യഭഗവാനെ മുൻനിർത്തിയിട്ടുള്ള ഒരു മഹാശാസ്ത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഹോര പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഹോരാശാസ്ത്രമാണല്ലോ ജ്യോതിഷത്തിന്റെ ഒരു ഏറ്റവും പ്രധാന ഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ ഹോരയിൽ പറയുന്നത് സൂര്യഭഗവാന്റെ നമ്മള് കബഡി വെക്കുമ്പോ ആ കബഡി ഉരുട്ടുന്ന ജ്യോത്സ്യൻ ഇങ്ങനെ പറയും: ഓ മൂർത്തിത്വേ പരികൽപ്പിത ശശബൃതോ വർമ്മ പുനർജന്മന ആത്മേത്യാത്മവിതാം കൃതുച്ഛേജതാം ഭർത്ത അമരജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി വിഭൂ അനേകദായാശ്രുതൗ വാചം നസ്തതാതുനൈകിരണസ്തൈലോക്യ ദീപോരവി എന്ന് ചൊല്ലിക്കൊണ്ടാണ് കബഡി ഉരുട്ടുന്നത്. ഈ ജ്യോതിഷികൾ ആരാധിക്കുന്നതും സൂര്യഭഗവാനെ തന്നെയാണ്. അൾട്ടിമേറ്റ് സൂര്യഭഗവാൻ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ എങ്ങനെയാണ് ഗണപതി ഹോമം ഉണ്ടായത്? ഗണപതി ഉണ്ടായി, മുരുകൻ ഉണ്ടായി, ശിവൻ ഉണ്ടായി, ഇല്ലേ? മനുഷ്യ നിർമ്മിതമാണെങ്കിൽ എന്തിനാണ് അതിനെയൊക്കെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സൂര്യഭഗവാന്റെ തടസ്സം മാറ്റുന്ന ഭാവത്തെ നമ്മൾ വിളിച്ചപ്പോൾ ഗണപതി എന്ന് വിളിച്ചു. അതിന് രൂപം കൊടുത്തപ്പോൾ ഗണപതിയുടെ രൂപം ഉണ്ടായി. ഇപ്പോ നമ്മളൊക്കെ തന്നെ എത്രയോ ഭാവമാണ്, ഇല്ലേ? രാവിലെ എഴുന്നേറ്റ് നമ്മുടെ 2 വയസ്സുള്ള കുഞ്ഞിനോട് കാണിക്കുന്ന ഭാവമല്ല അയൽവാസിയോട് കാണിക്കുന്നത്, ഇല്ലേ? ആ ഭാവമായിരിക്കില്ല നമ്മൾ ശത്രുക്കളോട് കാണിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ വേറൊരു ഭാവത്തിൽ വന്നിരിക്കും, ഇല്ലേ? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഭാവത്തെ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഓരോരോ ഭാവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അവനവന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട്, ഇല്ലേ? അതേപോലെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഭാവത്തെ, സൂര്യഭഗവാന്റെ നമ്മൾക്ക് ആവശ്യമുള്ള ഭാവത്തെ നമ്മൾ വിളിച്ചു വരുത്തിയപ്പോൾ 30 കോടി ഭാവങ്ങൾ ഉണ്ടായി. ആ 30 കോടി ഭാവങ്ങൾക്ക് പേരിട്ടപ്പോ 30 കോടി ദേവതമാരുണ്ടായി. ആ 30 കോടി ദേവതമാർക്ക് രൂപം കൊടുത്തപ്പോഴാണ് ആ ദേവതാ സ്വരൂപം ഉണ്ടായത്. അതാണ് മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞത്. അൾട്ടിമേറ്റ് ഒന്ന് സൂര്യൻ, ഇതെല്ലാം സൂര്യൻ തന്നെയാണ്. പക്ഷെ തടസ്സം മാറ്റുന്ന ഭാവത്തെ വിളിച്ചപ്പോ ഗണപതി ഉണ്ടായി, ഇല്ലേ? മൃത്യുദോഷം മാറ്റുന്ന ഭാവത്തെ വിളിച്ചപ്പോ മൃത്യുഞ്ജയമൂർത്തി ഉണ്ടായി, അല്ലേ? ബാധാദോഷങ്ങൾ മാറ്റുന്ന, നെഗറ്റീവ് എനർജിയെ മാറ്റുന്ന ഭാവത്തെ വിളിച്ചപ്പോ സുദർശന ഹോമം ഉണ്ടായി. അതിന് രൂപം കൊടുത്തപ്പോ സുദർശനമൂർത്തി ഉണ്ടായി. അങ്ങനെയാണ് 30 കോടി ദേവതമാരും ഈ ഭൂമിയിൽ ജനിച്ചത്. അങ്ങനെ ജനിച്ചപ്പോഴാണ് അതിന് പൂജാ സംവിധാനം വേണ്ടി വന്നത്. അതിന് പ്രത്യേകം നമുക്ക് ശാസ്ത്രം, പ്രത്യേക രീതി പഠിക്കുകയും ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായി. മനസ്സിലായോ? അപ്പൊ പൂജാ സംവിധാനങ്ങൾക്കും മേലെയാണ് ഒരു ജ്യോത്സ്യൻ വേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ പൂജയെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാം. പൂജയുടെ പ്രാധാന്യത്തിന്റെ തുടക്കമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാവരും
മറ്റുള്ളവരുടെ ജാതകം തെറ്റിക്കാനാണ് നമ്മൾ ജനിച്ചത്, ഇല്ലേ? മറ്റൊരുത്തന്റെ ജാതകം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത്. അവൻ ഇന്ന ദോഷങ്ങളുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് അതില്ലാതിരിക്കാനുള്ള മാർഗം, സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ മറ്റൊരുത്തന്റെ ജാതകം തെറ്റിപ്പിക്കുന്നവന് എക്സ്ട്രാ ഒരു എനർജി ഉണ്ടാവണം, എക്സ്ട്രാ പവർ ഉണ്ടാവണം. നമ്മൾ സാധാരണക്കാരാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റൊരുത്തന്റെ ജാതകം തെറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പോ ഏത് പൊട്ടനും ജ്യോത്സ്യം പറയാൻ സാധിക്കും. അതായത് ഇപ്പൊ നമ്മൾ ജ്യോതിഷമൊന്നും പഠിക്കാതെ തന്നെ ഞാനൊരു ജ്യോത്സ്യനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടിരുന്നാൽ ഈ നവഗ്രഹങ്ങൾ നമ്മളിൽ കണക്റ്റഡ് ആവും. അങ്ങനെ കണക്റ്റഡ് ആയാൽ ഒരു വ്യക്തിയെ നോക്കി നമുക്ക് അവന്റെ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കും. ജ്യോതിഷമൊന്നും പഠിക്കണ്ട, തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നവഗ്രഹങ്ങൾ എപ്പോൾ കണക്റ്റഡ് ആകുന്നോ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചതൊന്നും ആവില്ല ഒരുപക്ഷെ പുറത്തു വരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമോ അത്ഭുതം, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു, എല്ലാം കറക്റ്റ് ആയിരുന്നു, ഒന്നിനും വ്യത്യാസമില്ല. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരോട് നിങ്ങൾ പേഴ്സണലി സംസാരിച്ചാൽ മനസ്സിലാവും. നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ഇത് നവഗ്രഹങ്ങൾ പറഞ്ഞു തരുന്നതാണ്, ചിന്തയിൽ വരുത്തുന്നതാണ്. അത് നമ്മുടെ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്ത് കൂട്ടിക്കുഴച്ച് നമ്മളൊരു സാധനം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആവും. നമുക്കും അത്ഭുതം തോന്നും ഉള്ളിന്റെ ഉള്ളിൽ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അഗ്നിചേട്ടൻ ഒന്നും അൺമ്യൂട്ട് ചെയ്യണേ. ഓൾ മ്യൂട്ട് കൊടുക്കുന്നത് അൺമ്യൂട്ട് ചെയ്യണം. രതീഷ് പി ആർ ഒന്ന് മ്യൂട്ട് ആക്കുക. ഓൾ മ്യൂട്ട് കൊടുത്തു. രതീഷ് പി ആർ ഒന്ന് മ്യൂട്ട് ആക്കുക. രതീഷ് പി ആർ ഒന്ന് മ്യൂട്ട് ആക്കുക. ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ ജ്യോതിഷം തീർത്ത് പഠിക്കാതെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കും. നമ്മൾ കാണുന്ന പ്രഗത്ഭന്മാരായ ജ്യോത്സ്യന്മാരൊക്കെ നവഗ്രഹങ്ങൾ കണക്റ്റഡ് ആകുമ്പോഴാണ് അവർക്കെല്ലാം പറയാൻ സാധിക്കുക. പക്ഷെ ഒരു പ്രശ്നാവത്തിലുണ്ട്, സൊല്യൂഷൻ കറക്റ്റ് ആവില്ല. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് അത്ഭുതപ്പെടുത്താൻ സാധിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കും അത്ഭുതപ്പെടും, ഈ പറയുന്നവനും അത്ഭുതം ഉണ്ടാവും. നിങ്ങളെ സ്വന്തമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഒരുത്തൻ മുമ്പിൽ വന്നാൽ അവന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. നമ്മൾ ഇതുവരെയും കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറയും, കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത്ഭുതം ഉണ്ടാവും, നമുക്കും അത്ഭുതം ഉണ്ടാവും. പക്ഷെ അത് ഏതൊരുത്തനും സാധിക്കും. നമ്മൾ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഡെയിലി നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ നവഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക, സൂര്യനെ കുറിച്ച് ചിന്തിക്കുക, നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തരും ഓട്ടോമാറ്റിക്കലി. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം സൊല്യൂഷനാണ്. സൊല്യൂഷൻ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ഈ സൊല്യൂഷനിലേക്ക് വരുമ്പോഴാണ് പൂജയുടെ പ്രാധാന്യം വരുന്നത്. അപ്പോ അഗ്നേയ തവയസ്തേജസ് തദ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ്, അഥവാ അഗ്നിയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം. പ്രത്യക്ഷമല്ലാത്ത ദേവതമാരെ കുറിച്ച് പറഞ്ഞു പോയപ്പോഴാണ് നമ്മൾ പൂജയിലേക്ക് കടന്നത്. തൊതിയ ഇന്ദ്രിയാണി മനോബുദ്ധിരതി സപ്തജിഹ്വ. അല്ലയോ സൂര്യഭഗവാനെ, അല്ലയോ അഗ്നി ഭഗവാനെ, നിനക്ക് 7 നാക്കുകൾ ഉണ്ടെന്നാ പറയുന്നത്. സൂര്യഭഗവാന്റെ അഥവാ അഗ്നി ഭഗവാന്റെ 7 നാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേദങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാളി, കരാളി, മനോജവ, സുലോഹിത, വിശ്വരൂപ, ധൂമ്രവർണ, സ്ഫുലിംഗിനി. അങ്ങനെ 7 നാക്കുകളാണ് അഗ്നിക്ക് അഥവാ സൂര്യനുള്ളത്. നിങ്ങളും ഞാനും ഒക്കെ സൂര്യഭഗവാനെ കാണുന്നത് പോലെ തന്നെ സൂര്യഭഗവാന്റെ 7 നാക്കുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മഴവില്ലിന്റെ 7 വർണ്ണങ്ങൾ. മഴവില്ലിന്റെ 7 വർണ്ണങ്ങൾ കാണുന്നത് 7 ദേവിമാരാണ്. കാളി, കരാളി, മനോജവ, സുലോഹിത, വിശ്വരൂപ, ധൂമ്രവർണ, സ്ഫുലിംഗിനി എന്ന് പറയുന്ന 7 ദേവിമാരാണ് ഈ മഴവില്ലിന്റെ 7 വർണ്ണങ്ങളായിട്ട് നിലകൊള്ളുന്നത്. ഇനി അതിന് 5 സ്വഭാവങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വഭാവവും മനസ്സിന്റെയും ബുദ്ധിയുടെയും സ്വഭാവം അത് 7 ദേവിമാർക്കും ഉണ്ട്. അപ്പോ ഓം അഗ്നേയതവയസ്തേജസ് തദ്ബ്രാമം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി.
ത്വദിയ ഇന്ദ്രിയാണി മനോബുദ്ധിതി സപ്ത ജിഹ്വ ഈ വിഷയായി സമിതോ ജുഹോമി. അപ്പോ ഈ ജിഹ്വ എന്ന് പറയുന്ന നാക്കാണ്. എന്തുകൊണ്ടാണ് നാക്ക് എന്ന് പറഞ്ഞത്? നാക്ക് എന്ന് പറയുന്നത് കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, ഇല്ലേ? ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പൊ എന്ത് ഭക്ഷണമാണ് ഈ നാക്കിന് കൊടുക്കേണ്ടത്? ഈ വിഷയായി സമിതോ ജുഹോമി, എന്റെ വിഷയങ്ങൾ. നമ്മൾ ഹോമം നടത്തുന്ന കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ദുരിതങ്ങള് ഒരു പൂജാ സംവിധാനത്തിലൂടെ മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞത്. അപ്പൊ ഈ വിഷയായി സമിതോ ജുഹോമി, ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന സമിത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഹോമിക്കാൻ ഹോമകുണ്ടത്തിലിടുന്ന സാധനത്തിനെയാണ് സമിത്ത് എന്ന് പറയുന്നത്. അപ്പോ ആ ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്ന എല്ലാ സാധനവും ഈ എന്റെ തടസ്സങ്ങളാകുന്ന വിഷയങ്ങളാണ്, എന്റെ വിഘ്നങ്ങളാകുന്ന ദോഷങ്ങളാണ്. ആരാണോ ഈ ഹോമം നടത്തുന്നത് അയാളുടെ, തിരുമേനിയുടെ അല്ല. തിരുമേനിക്ക് നമുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തിരുമേനിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതിന് നമ്മൾ കൂലി കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ദക്ഷിണ കൊടുക്കുന്നുണ്ട്. ആ ദക്ഷിണ കൊടുക്കുമ്പോഴാണ് തിരുമേനിയുടെ അല്ലാതായി മാറുന്നത്, അയാളുടെ ആയി മാറുന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ കാശ് കൊടുത്ത് ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വിഷയായി സമിതോ ജുഹോമി, എന്റെ വിഷയങ്ങളാണ്, എന്റെ ദുരിതങ്ങളാണ് ഈ സമിത്തായി ഹോമിക്കുന്നത്. ആർക്ക് കൊടുക്കുന്നത്? അഗ്നിക്ക് കൊടുക്കുന്നത്. അഹമിത്യ ആജ്യാം ജുഹോമി, ഇതിന്റെ ഇടയിൽ ഈ സമിത്ത് ഹോമിക്കുന്നതിന്റെ കൂടെ തന്നെ നെയ് ഹോമിക്കുന്നുണ്ട്. നെയ് അതേ തുല്യ അളവിൽ തന്നെ നെയ് ഹോമിക്കും. ആജ്യം എന്നാ നെയ്ന്ന് പറയുന്നത്. ഈ നെയ് ഹോമിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ ഹോമിക്കുന്നതിന് തുല്യാണ്. അതായത് എന്റെ വിഷയങ്ങളെയും എന്നെയും അഗ്നി അല്ലെങ്കിൽ നീ എടുത്തോളൂ, അല്ലെങ്കിൽ സൂര്യഭഗവാനെ നീ എടുത്തോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് പുതിയൊരു ഐശ്വര്യം, ശ്രേയസ്സും പ്രേയസ്സും ഐശ്വര്യവും അഭിവൃദ്ധിയും എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് അത് നമുക്ക് ലഭിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ഹോമാചാരത്തിലൂടെ. ഹോമാചാരമാണ് ആദ്യം ഉണ്ടായത്, അതിനുശേഷമാണ് പൂജാ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കിയ പഴയ അമ്മമ്മമാരെന്ത് ചെയ്തു? അത് ഏത് ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും മുഖത്തിന്റെ ഒരു വാട്ടം ഉണ്ടായാൽ പഴയ കാരണന്മാർ, അമ്മമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് ഉപ്പും കടുകും മുളക് ഒഴിഞ്ഞ് കത്തിക്കും. സ്പോട്ടിൽ നമുക്ക് റിസൾട്ടാണ്, അല്ലേ? അവർക്കറിയില്ല എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് വ്യത്യാസം വരും. എന്താണ്? ആ ഉപ്പും കടുകും മുളകും കയ്യിലെടുത്തിട്ട് ഈ വിഷയായി സമിതോ ജുഹോമി കത്തിച്ചു കളയാണ്. പെട്ടെന്ന് നമുക്കൊരു ഉണർവുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഇല്ലേ? ഇപ്പൊ ഈ കൂട്ടത്തിരിക്കുന്ന 90% പേര് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഇതിന്റെ വലിയൊരു വെർഷനാണ്, അതായത് ഇതിന്റെ തരം തിരിച്ച് കാണിക്കുന്ന വലിയൊരു വെർഷനാണ് പൂജാ സംവിധാനത്തിലുള്ളത്. ഈ വിഷയായി നമ്മുടെ വിഷയങ്ങൾ കത്തിച്ചു കളയുന്നതിന്റെ വലിയൊരു വെർഷൻ. ഏത് വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിഷയത്തിന് മാത്രമുള്ള ഹോമ സംവിധാനമാണ് ഗണപതി, മുരുകൻ, ശിവൻ, അയ്യപ്പനൊക്കെ ആയിട്ട് മാറിയത്. ഇതാണ് നമുക്കൊരു പൂജയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. പക്കാ സയൻസ് ആണ് ഇത്. നമ്മൾ ഒരു ആചാരത്തിലേക്ക് കയറ്റിയപ്പോ ഇത് നശിച്ചില്ല. അതേസമയത്ത് ഇത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചാൽ ഗ്രന്ഥങ്ങൾ കത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ നശിച്ചു പോകും, അല്ലെങ്കിൽ അതില്ലാതായാൽ നശിച്ചു പോകും. ഇത് ആചാരത്തിലേക്ക് കയറ്റിയാൽ തലമുറകളായിട്ട് ഇത് കൈമാറ്റം ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ആചാരത്തിലേക്ക് കയറ്റിയത്. അല്ലാതെ ഇതൊന്നും അന്ധവിശ്വാസമോ അനാചാരമോ ഒന്നും അല്ല. പിന്നെ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ചൂഷണങ്ങൾ വരുന്നുണ്ട്. ചൂഷണം എന്ന് പറഞ്ഞാൽ ഒരാള് പൂജ നടത്തി അയാളുടെ പ്രശ്നങ്ങൾ മാറുമ്പോൾ പിന്നെ ആ തിരുമേനി വിചാരിക്കുന്ന പോലെ ഇയാൾ നടക്കുകയുള്ളൂ, ഇരിക്കുകയുള്ളൂ. പിന്നെ തിരുമേനി അയാളെ ചൂഷണം ചെയ്യാണ്. ഇത് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു സംവിധാനത്തിന് ഉണ്ടാവാതിരിക്കാൻ എന്നാണോ ഈ സംസ്കാരം ഉണ്ടായത്, സെയിം ടൈമിൽ തന്നെ ചാർവാക സംഹിത ഭാരതത്തിലുണ്ടായി. അതായത് നമ്മുടെ ഈ ആർഷഭാരത സംസ്കാരം ഉണ്ടായ അതേ സമയത്ത് തന്നെ ചാർവാക സംഹിത നമ്മുടെ സംസ്കാരമായിട്ടുണ്ടായിരുന്നു. അതായത് പക്ക കമ്മ്യൂണിസം. ചാർവാകൻ നിങ്ങൾ യൂട്യൂബിനകത്ത് അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് ഏതൊരു രാജ്യത്തും ഒരു മന്ത്രി ചാർവാകനായിരിക്കും. ഭാരതത്തിലുള്ള ഓരോ രാജ്യങ്ങളിൽ ചാർവാകൻ എന്ന് പറയുന്ന ഒരാള് മന്ത്രിയായിട്ടുണ്ടാവും. അതായത് രാജഗുരുവാണ് പലപ്പോഴും, അല്ലെങ്കിൽ ജ്യോതിഷികളാണ് പലപ്പോഴും രാജാവിനെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അന്ധവിശ്വാസവും അനാചാരവുമാണെന്ന് രാജാവിനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി, രാജാവ് ഇത് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ അന്ധത വരാൻ പാടില്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഹിതയും നമ്മുടെ ഭാരതത്തിലുണ്ട്. അതാണ് ചാർവാക സംഹിത. അപ്പൊ നമുക്ക് രണ്ട് കാര്യവും നമുക്ക് ഉണ്ടാവണം. ഒരു വശത്ത് വിശ്വാസം ഉണ്ടാവണം, അന്ധവിശ്വാസം ആകാൻ പാടില്ല.
ഒരു വശത്ത് നിരീശ്വരവാദം ഉണ്ടാകണം, അതും അന്ധവിശ്വാസമാകാൻ പാടില്ല. രണ്ട് വശമുള്ള സംഗതി എപ്പോഴും വിജയിക്കും എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മളിതിൽ പൂർണ്ണമായിട്ട് അന്ധതയായാൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ഇഷ്ടംപോലെ തിരുമേനിമാരിവിടെ ഉണ്ട്. അപ്പോ ഇതിലൊരു ശാസ്ത്രമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവുക. പക്ഷെ അമിതമായിട്ടുള്ള പണവും അമിതമായിട്ടുള്ള തട്ടിപ്പിലൊന്നും നമ്മൾ ചെന്ന് വീഴാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മളത് തിരിച്ചറിയണം. ഇപ്പൊ ഒരു കാര്യം നമ്മുടെ കാര്യം ചെയ്തു, അതിന് റിസൾട്ട് ഉണ്ടായി, പിന്നെ ആ റിസൾട്ട് ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ അന്ധതയായി പോകരുത്. അവിടെ മിസ്യൂസ് ചെയ്യപ്പെടും. അവിടെ നമ്മുടെ ഉള്ളിൽ ഒരു ചാർവാകൻ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസം വർക്ക് ചെയ്യണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചാണെന്നുള്ള ഒരു ഉത്ബോധം നമ്മുടെ തനിയെ ഉള്ളിൽ വരുത്തിയെടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ പോലും അപ്പൊ നമ്മളെ ആർക്കും മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ പൂജാ സംവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതാണ്. ഇനി നമ്മള് ഒരു ജ്യോതിഷൻ തീർച്ചയായിട്ടും ആരാധിക്കേണ്ടത് സൂര്യനെ തന്നെയാണ്. കാരണം യഥാർത്ഥ ദൈവം നമ്മൾ സാധാരണക്കാരല്ല. സാധാരണക്കാർക്ക് മാത്രമാണ് ഗണപതിയെയും മുരുകനെയും ശിവനെയും അയ്യപ്പനെയും അള്ളാഹുവിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരല്ല. നിങ്ങളൊക്കെ ജ്യോതിഷം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരാധിക്കേണ്ടത്, നമ്മൾ ഉപാസിക്കേണ്ടത് സൂര്യഭഗവാനെയാണ്. അത് ഹോരയിലുണ്ട്. നമ്മള് ഈ കൂട്ടത്തില് കുറച്ചു പേർക്കെങ്കിലും ഹോര പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതിൽ ഹോരയിൽ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞത് ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർമ്മ അപുനർജന്മന ആത്മേത്യാത്മവിതാം ക്രതുച്ഛേജതാം ഭർത്താ അമരജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി വിഭൂശ്ച അനേകദായാ ശ്രുതൗ വാചം ന സതതാതു നൈകകിരണസ്ത്രൈലോക്യ ദീപോ രവി എന്നാണ്. അതായത് ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർമ്മ അപുനർജന്മന, അതായത് അപുനർജന്മാക്കളുടെ വക്താവായിട്ട്. അപുനർജന്മാക്കൾ എന്ന് പറഞ്ഞാല് ഋഷിമാര്. എന്തുകൊണ്ടാണ് ഹിമാലയത്തിൽ ഋഷിമാര് ഇരിക്കുന്നത്? അവർക്ക് ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട. നമ്മളൊക്കെ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ അതാത് ഭാവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. നമ്മള് ചില സമയത്ത് ദേഷ്യം കാണിക്കും, വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുക്കും, ഇല്ലേ? പക്ഷെ ഹിമാലയത്തിലേക്ക് പോയി നോക്കൂ, അവിടുത്തെ സന്യാസിമാരൊക്കെ നിസ്സംഗ ഭാവമാണ്. എല്ലാവരോടും ഒരേ ഭാവത്തിൽ പെരുമാറുന്ന ആൾക്കാർ. അവർക്ക് മാത്രമേ നേരിട്ട് സൂര്യനെ ആരാധിക്കാനുള്ള അർഹതയുള്ളൂ എന്നാണ്. അതായത് അവർക്ക് ഭക്ഷണവും കഴിക്കണ്ട, സൂര്യനിൽ നിന്നും കണ്ണ് വഴി നേരിട്ട് ഊർജം സ്വീകരിക്കുവാനുള്ള കഴിവ് അവർക്കുണ്ട്. വർഷങ്ങളോളം അവർക്ക് ഭക്ഷണവും വെള്ളവും കഴിക്കാതെ നിൽക്കാൻ പറ്റും ഈ സൂര്യോപാസനയിലൂടെ. അപ്പൊ അവരുടെ വക്താവായിട്ടാണ് സൂര്യഭഗവാൻ ഉള്ളത്. അപ്പോ മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർമ്മ അപുനർജന്മന ആത്മേത്യാത്മവിതാം ക്രതുച്ഛേജതാം ഭർത്ത അമരജ്യോതിഷാം. അതായത് അമരജ്യോതിഷുകളുടെ, നമ്മളുടെയൊക്കെ ദേവന്മാരുടെ ഭർത്താവാണ്. നമ്മളൊക്കെ ആരാധിക്കുന്ന ഗണപതി, മുരുകൻ, ശിവൻ, അയ്യപ്പന്റെയൊക്കെ ഭർത്താവാണ് ഈ സൂര്യഭഗവാൻ അഥവാ അഗ്നി ഭഗവാൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നത് ദഹിക്കത്തില്ലായിരിക്കാം. നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ദേവതമാര് ഗണപതിക്ക് ഒരു പഴം നിവേദിക്കുന്നുണ്ടെങ്കിൽ ആ പഴം തന്നത് ആരാ? സൂര്യഭഗവാനാ, ഇല്ലേ? അപ്പൊ ഗണപതിയെ പരിപാലിക്കുന്നത് ആരാ? സൂര്യനാ. ഗണപതിക്ക് അവലും മല്ലും ശർക്കരയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സസ്യത്തെ നിർമ്മിച്ചത് സൂര്യഭഗവാനാണ്. അപ്പോ ഈ നമ്മൾ ആരാധിക്കുന്ന ഗണപതിക്ക് പോലും നിവേദ്യം കൊടുക്കുന്നത് സൂര്യഭഗവാനാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഹോമം നടത്തുമ്പോൾ ഓം ഗം ഗണപതയേ സ്വാഹ എന്ന് പറഞ്ഞാ കൊടുക്കുന്നത്. ഓം നമശിവായ സ്വാഹ എന്ന് പറഞ്ഞാ കൊടുക്കുന്നത്. സ്വാഹ എന്ന് പറഞ്ഞാല് ദേവിയാണ്. ആരുടെ ദേവി? ആരുടെ ഭാര്യയാണ് സ്വാഹാദേവി? അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹാദേവി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഹോമകുണ്ടം ജ്വലിപ്പിച്ച് വെക്കുമ്പോൾ അത് അഗ്നി എന്ന് പറയുന്നത് പുരുഷതത്വമായിട്ടും നമ്മള് ഹോമിക്കുന്ന ദ്രവ്യം എന്താണോ, ഏത് മന്ത്രമാണോ, ഓങ്കം ഗണപതയെ സ്വാഹ എന്ന് പറയുന്നത് ഓങ്കം ഗണപതിയാകുന്ന ദേവിയെ ഞാൻ നിനക്ക് തരുന്നു എന്നാണ് നമ്മൾ കൊടുക്കുന്നത്, സ്വാഹ മന്ത്രം ജപിച്ചിട്ട് കൊടുക്കുമ്പോൾ. അപ്പോ നമ്മൾ ആരാധിക്കുന്ന പുരുഷ ദൈവങ്ങളുടെയും സ്ത്രീ ദൈവങ്ങളുടെയൊക്കെ യഥാർത്ഥത്തില് അഗ്നിയുടെ ഭാര്യമാരാണ് ഇവരെല്ലാവരും. അതായത് ഇവരെയൊക്കെ ഭരിക്കുന്നത് അഗ്നിയാണ്. ഭർത്ത അമരജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി വിഭു. ലോകത്തിന്റെ പ്രളയത്തിന്റെയും ഉദയത്തിന്റെയും സ്ഥിതിയുടെയും വിഭു. അതായത് ഉദയം എന്ന് പറഞ്ഞ ജനനം, ഈ ഭൂമിയുടെ ജനനം, ഈ ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തിക്ക് കാരണം സൂര്യനാണെന്നാണ്.
പ്രളയ ഉദയസ്ഥിതി സ്ഥിതി ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്നതിന്റെ കാരണം സൂര്യഭഗവാനാ. 10 ദിവസം ഉദിക്കാതിരുന്ന നമ്മൾ ആരും ഇല്ല. നമ്മുടെ ജ്യോതിഷ ക്ലാസ്സും ഇല്ല, നമ്മളും ഇല്ല, നമ്മുടെ ദൈവങ്ങളും ഇല്ല. ശരിയല്ലേ? അപ്പോ നമ്മുടെ സ്ഥിതി നമ്മുടെ നിലനിൽപ്പിന് കാരണം സൂര്യഭഗവാൻ. ഇനി പ്രളയം എന്ന് പറഞ്ഞാല് നാളെ നമ്മളൊക്കെ ഇല്ലാതാകുന്നത് ഈ ഭൂമിയിൽ ഒരു പ്രളയം വന്നിട്ടാണെന്നാണ്. ആ പ്രളയത്തിന് കാരണക്കാരൻ സൂര്യനായിരിക്കും എന്നാണ് നാസ തെളിയിച്ചിട്ടുണ്ട് ഈ അടുത്തിടക്ക്. അപ്പോ ഈ പ്രളയത്തിന്റെ കാരണവും സൂര്യനാണ്. പ്രളയോദയ സ്ഥിതി വിഭു അനേകതായ ശ്രുതവും. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം. അനേകം തവണ വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ആള് എന്നാണ് പറയുന്നത്. അനേകതായ ശ്രുതവും അത് സൂര്യൻ അഥവാ അഗ്നിയെ കുറിച്ചാണ്. വാചംന സതധാതു അനേക കിരണ സ്ത്രൈലോക്യ ദീപോരവി. എനിക്ക് നല്ല വാക്കുകളെ തരണമേ അല്ലയോ സൂര്യഭഗവാനെ എന്നാണ് നമ്മൾ നിത്യം ചെയ്യേണ്ട, ജ്യോതിഷികൾ നിത്യം ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. നമ്മൾ ഈ പ്രാർത്ഥന മാത്രം നിത്യം ചെയ്യുകയാണെങ്കിൽ നമ്മള് ഉള്ളത് മതി. നമ്മൾ പഠിച്ചതിന് മാത്രമേ ആൾക്കാർ നമ്മുടെ മുമ്പിൽ വരുള്ളൂ. നിങ്ങളൊക്കെ ജ്യോതിഷം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രാർത്ഥന മാത്രം മതി, നമ്മളെ നിലനിർത്തും. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത് സൊല്യൂഷനാണ്. നമ്മൾ പറയുന്ന ഏതൊരു ജ്യോത്സ്യനും ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയും, കൃത്യമായിരിക്കും. നമുക്കൊരു നെല്ലട വ്യത്യാസം പറയാനുണ്ടാവില്ല. പക്ഷെ ആ പറയുന്നത് വെച്ചിട്ട് ഒരിക്കലും ആ ജ്യോത്സ്യൻ വലിയ ദൈവമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം അയാൾക്ക് സൊല്യൂഷൻ കൊടുക്കാനും കൂടെ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അയാളുടെ ചൂഷണത്തിനും കൂടി നമ്മൾ വിധേയമാകാനും പാടില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ജ്യോതിഷം എന്ന് പറയുന്നത് കല തന്നെയാണ്, നല്ലൊരു കലയാണ്. പറയുന്നവനും കേൾക്കുന്നവനും ഒരേപോലെ സുഖം തരുന്ന കല, അത് ജ്യോതിഷമാണ്. നല്ലൊരു കലയാണ്. നിങ്ങൾ നാളെ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. കാരണം ഇവന്റെ കാര്യം അത്ഭുതമായിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് പോലും അത്ഭുതം തോന്നും ഓരോ നിമിഷവും. പക്ഷെ അതിന് സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ സൊല്യൂഷൻ കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് പൂജയുടെ പ്രസക്തി വരുന്നത്. നിങ്ങളുടെ പ്രശ്നം മാറും എന്ന് നമ്മളൊരു വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് മാറണമെങ്കിൽ, ഇപ്പോ നമ്മളെ വീട്ടില് ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഇടിവെച്ചിരിക്കുന്ന ദിവസം, നമ്മൾ വഴക്കുണ്ടായി, ആ ദിവസമാണ് ഒരാൾ നോക്കാൻ വേണ്ടി വരുന്നു, ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹം. എങ്ങനെയാണ് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല? എങ്ങനെയാണ് നമുക്ക് അവർക്ക് സൊല്യൂഷൻ കൊടുക്കുക? ഇല്ലേ? 10 ലക്ഷം രൂപ കടമുണ്ടായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ധനസ്ഥാനം എനിക്ക് കടമാണെന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോ എങ്ങനെയാണ് അയാൾക്ക് നമ്മൾ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക? ഇല്ലേ? അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അംബാനിക്ക് മാത്രമേ ജ്യോതിഷം വെക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പൊ അതെങ്ങനെയാണ് നമ്മൾക്ക് അവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക? ഒരാളുടെ പ്രശ്നം, അയാളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് പരിഹരിക്കണമെങ്കിൽ അതിനൊരു കഴിവ് നമുക്കുണ്ടാവണം. അതിനാണ് സാർ ആദ്യം പറഞ്ഞു, നമ്മുടെ ജാതകവുമായിട്ട് കണക്ട് ചെയ്തവർ മാത്രമേ നമ്മുടെ മുമ്പിൽ വരുള്ളൂ. 100% ശരിയാ. നമ്മുടെ ജാതകവുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ മാത്രമേ നമ്മുടെ മുമ്പിൽ വരുള്ളൂ. നമ്മുടെ ജാതകമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ജാതകം കറക്റ്റ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോ നമ്മുടെ ജാതകം ആദ്യം കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്രഹനില എടുക്കുക. നമ്മുടെ ഗ്രഹനില എടുത്തിട്ട് ആ ഗ്രഹനിലയിലെ 1-ാം ഭാവം ഏതാണോ, ഇപ്പോ മേടൻ രാശിയിലാണ് 1-ാം ഭാവം നിൽക്കുന്നത് വിചാരിക്കുക. ലഗ്നം 1-ാം ഭാവമാണ്. അപ്പോ 1-ാം ഭാവത്തെ ബലപ്പെടുത്തണം. 1-ാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും ബലപ്പെടുത്തണം. 2-ാം ഭാവം ബലപ്പെടുത്തണം. 3-ാം ഭാവം ബലപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ 12 ഭാവങ്ങളെയും നമ്മൾ ബലപ്പെടുത്തി വെച്ചിരിക്കണം. നമ്മൾക്ക് 12 കള്ളി ഉണ്ടെങ്കിൽ ആ 12 കള്ളിയിലും നമ്മൾ മാമ്പഴം നിറച്ചു വെക്കണം. 100 മാമ്പഴം വെച്ച് 12 കള്ളിയിലും നമ്മൾ നിറച്ചു വെക്കണം. വരുന്നവർക്ക് ഏത് കള്ളിയാണ് വേണ്ടത് അതിൽ നിന്ന് വേണം മാമ്പഴം എടുത്തു കൊടുക്കാൻ. അവിടെയാണ് സൊല്യൂഷൻ കറക്റ്റ് ആവുള്ളൂ. എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുക? മാമ്പഴം എങ്ങനെയാണ് നമ്മുടെ കള്ളിയിൽ നിറക്കുന്നതെന്ന് ചോദിച്ചാൽ, പണ്ടൊരു സംസ്കാരം ഉണ്ടായിരുന്നു, പിറന്നാള് ഹോമം. പിറന്നാൾ ഹോമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ അവിടെ നിങ്ങളിപ്പോ ഇന്ന് പരീക്ഷിച്ചോ, നാളെ നിങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് പിറന്നാൾ ഹോമം എന്ന് എഴുതുക. എത്രയോ രൂപ അവർ വാങ്ങിക്കും, പേരുന്നാൾ മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ പിറന്നാൾ ഹോമത്തിന് നിർബന്ധമായിട്ടും ഗ്രഹനില ചോദിക്കണമെന്നാണ്. നമ്മളുടെ ഗ്രഹനില ചോദിക്കും. എന്നിട്ട് ആ തിരുമേനി നമ്മളെ ഇരുത്തി ഹോമിക്കും. ഓരോ ദ്രവ്യവും ഹോമിക്കും.
എങ്ങനെയാ? ഓം ലഗ്നാധിപനായ ഓം അങ്കാരകായ സ്വാഹ. ഓം ലഗ്നാധിപനായ ഓം അങ്കാരകായ സ്വാഹ. മേടൻ രാശിയിലാണ് ലഗ്നമെങ്കിൽ ലഗ്നാധിപനായ ഓം അങ്കാരകായ സ്വാഹ എന്ന് 108 തവണ ജപിക്കും, ഹോമിക്കും. നമ്മുടെ ഹോമിക്കുമ്പോഴും നമ്മുടെ സംഖ്യക്കൊക്കെ എങ്ങനെയാണ് 108 എന്ന് സംഖ്യ വന്നെന്ന് അറിയാവോ? 108 എന്ന് പറയുന്ന സംഖ്യ എന്തോ 108 പാദങ്ങളാണോ? കറക്റ്റാ, ഒരു വശത്ത് ശരിയാണ്. 108 പാദം ഒരു പാർട്ട് ഓഫ് ടൈപ്പിൽ ശരിയാണ്. പക്ഷെ 108 പാദം എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ സൂര്യനെ ചുറ്റിനും ഭൂമി കറങ്ങുമ്പോൾ ഈ പറയുന്ന 108 മണികളിലൂടെയാണ് കറങ്ങുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച 108 പാദത്തിലൂടെയാണ് കറങ്ങുന്നത്. ഈ 108 പാദത്തിലൂടെയാണ് സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് ഭൂമി. അങ്ങനെയാണ് സങ്കല്പം ജ്യോതിഷത്തില്. അതുകൊണ്ടാണ് 108 മുത്ത് പോലെ 108 മാല പോലെയാണ് ഭൂമിയുടെ പ്രദക്ഷിണം വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് 108 പാദം വന്നതും. 108 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്, 108 നക്ഷത്രപാദത്തിലൂടെ വരുന്നത്. അപ്പൊ 108 തവണ നമ്മളുടെ ലഗ്നാധിപനെ ഹോമിക്കും. ഇനി ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്നവൻ ബൃഹസ്പതയെ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കും. 2ാം ഭാവാധിപനായ ഓം ശുക്രായ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കും. ഇനി 3ാം ഭാവാധിപനായ ഓം ബുധായ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കും. 3ാം ഭാവത്തിൽ ചിലപ്പോൾ ഗുളിക നിൽക്കുന്നുണ്ടെങ്കിൽ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ഓം ഗുളികായ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കും. അങ്ങനെ നമ്മുടെ 12 ഭാവത്തെയും തിരുമേനി ഹോമിക്കും. അത് സാധാരണക്കാർക്കുള്ളതാണ്. നമ്മൾ അത് നിത്യവും ചെയ്യണമെന്നാണ്. ഒരു ജ്യോത്സ്യൻ എല്ലാ ദിവസവും നമുക്ക് ഹോമിക്കാനൊന്നും അറിയില്ല, പക്ഷെ നിത്യവും ജപിക്കാം. സ്വാഹ വേണ്ട, നമ മതി. ഓം ലഗ്നാധിപനായോ അങ്കാരകായ നമ എന്ന് ജപിച്ചാൽ മതി. ഈ അങ്കാരകൻ എന്നുള്ള പേര് വന്നത് ചൊവ്വയ്ക്കാണ് കേട്ടോ. അങ്കാരകൻ എന്ന് പറഞ്ഞ ചൊവ്വയാണ്. നമുക്ക് അങ്കാരകൻ അറിയില്ല. ഓക്കെ, ലഗ്നാധിപനായ ചൊവ്വ, എന്റെ ചൊവ്വ നമസ്തേ എന്ന് പറഞ്ഞാലും മതി. ഡെയിലി നമ്മളുടെ 12 കള്ളിയെയും ബലപ്പെടുത്തുക, 12 കളത്തെയും നമ്മൾ ബലപ്പെടുത്തുക. അങ്ങനെ ബലപ്പെടുത്തിയവന് തീർച്ചയായിട്ടും നമ്മൾ പറയുകയാണ്, അവൻ ഇന്ന പോലെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരു 11 രൂപ എടുത്ത് തലക്കൊഴിഞ്ഞ് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയിട് എന്ന് നമ്മുടെ വാക്ക് മതി അവന് റിസൾട്ടാ. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് പോകുമ്പോൾ അവന് റിസൾട്ടായിരിക്കും, നമ്മളത് ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ. ഇതാണ് പൂജയുടെ പ്രാധാന്യം. ഈ പൂജയെ നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് മാറ്റിയപ്പോഴാണ് ഇതൊരു അനാചാരമായിട്ട് മാറിയത് പലപ്പോഴും. അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറയുന്ന സംഗതി കൂടുതൽ പ്രസക്തി ഉണ്ടായി. തീർച്ചയായിട്ടും നിരീശ്വരവാദം ഉണ്ടാവണം. ചാർവാക സംഹിത നിർബന്ധമായിട്ട് വേണ്ടതാണ്. നിരീശ്വരവാദത്തിന് തുല്യം തന്നെ ഈശ്വരവാദം ഉണ്ടാവണം. നമുക്കിപ്പൊ സംഭവിച്ചു പോയത് നിരീശ്വരവാദം മാത്രമാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരുത്തൻ അമ്പലത്തിൽ പോകുന്ന ഒരുത്തൻ സമൂഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ ഈശ്വര വിശ്വാസിയാണെന്ന് പറയാൻ പോലും പേടിയാ. കാരണം അവനെ കളിയാക്കും, കൂട്ടുകാർ കളിയാക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറി. സെയിം അവസ്ഥയിൽ തന്നെ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. ഈ നിരീശ്വരവാദം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും അതിനെ നമസ്കരിച്ച് അതിനെയും നമിച്ചുകൊണ്ട് വേണം പോകാൻ. ഒരിക്കലും നിരീശ്വരവാദത്തെ കുറ്റപ്പെടുത്താനും പാടില്ല. അങ്ങനെ ഒരു സംസ്കാരം കൂടി നമുക്കുണ്ട്. അതാണ് ചാർവാക സംഹിത എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ചാർവാക സംഹിത ശ്രീരാമന്റെ മന്ത്രിസഭയിൽ ശ്രീരാമൻ വനവാസത്തിന് പോകാൻ നേരത്ത് ശ്രീരാമനോട് ചാർവാകം ചെന്ന് പറയുന്നുണ്ട്, ശ്രീരാമ, നിങ്ങളുടെ അച്ഛൻ വാക്ക് കൊടുത്തതിന് നിങ്ങൾ എന്തിനാണ് ഈ അബദ്ധം കാണിക്കുന്നത്? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. നിങ്ങൾ നരകത്തിൽ പോകുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടുമെന്നൊക്കെ വെറുതെ പറയുകയാണ്. അതൊരു വാക്കല്ലേ, അത് പൊക്കോട്ടെ, അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, അബദ്ധമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ഈ പറയുന്ന ദൈവങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ എന്ന് ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രാമായണത്തിൽ. പക്ഷെ ശ്രീരാമൻ അതിനെ തിരുത്തുന്നുണ്ട്, അത് വേറെ കേസ്. പക്ഷെ അങ്ങനെ പറയാൻ ഒരാള് തീർച്ചയായിട്ടും നമ്മുടെ ചെവിയിൽ ഉണ്ടാവണം. അപ്പോ ഒരു പൂജ ചെയ്യുമ്പോഴും ചെയ്യിപ്പിക്കുമ്പോഴും ഒക്കെ തീർച്ചയായിട്ടും ഒരു യുക്തിബോധവും നമുക്കുണ്ടാവണം. യുക്തിബോധം ഇല്ലെങ്കിൽ ചെയ്യുന്നവനും അബദ്ധ, ചെയ്യുന്ന പുരോഹിതനും യുക്തിബോധം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇവൻ ഇതിൽ അഡിക്റ്റഡ് ആയിട്ട് അവൻ കിടന്നു തുള്ളും ഞാൻ ശിവനാണെന്നും പറഞ്ഞു. അവസാനം അവൻ മാനസിക രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും.
മനസ്സിലായോ? അപ്പോ ഈ പറയുന്ന ഇനി അപ്പൊ നിങ്ങൾ പറയും ഈ ഗണപതിയെ നമുക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ശിവനെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റും നമുക്ക്. ഈ പറയുന്ന ഗണപതിയെയും മുരുകനെയും ശിവനെയും അയ്യപ്പനെയൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. ഉദാഹരണം, നമ്മൾ എന്ത് സങ്കല്പിക്കുന്നോ അത് നമുക്ക് വരും. അതായത് നമ്മള് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ഫടിക പാത്രം, ഒരു ചില്ലിന്റെ ഒരു പാത്രം ഒന്ന് സങ്കല്പിക്കുക, മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇടുന്നതായിട്ട് സങ്കല്പിക്കുക. നല്ല ഉപ്പ്, നല്ല ഭംഗിയുള്ള ഉപ്പിടുന്നതായിട്ട് സങ്കല്പിക്കുക. അതില് ഒരു പച്ച മാങ്ങ മുക്കി കടിച്ചു പൊട്ടിച്ച് തിന്നുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ വെള്ളം വരും, ഇല്ലേ? അപ്പോ നമ്മൾ ചെറുതായിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ സങ്കല്പിച്ചപ്പോ നമ്മുടെ വായിൽ വെള്ളം വന്നു. എന്തൊക്കെ പ്രോസസ്സാണ് നടന്നത്? തലച്ചോറിലൂടെ പോയി ആവേഗങ്ങൾ ഉമിനീരിലേക്ക് വന്നു, വായിൽ വെള്ളം വന്നു, ഇല്ലേ? ഒറ്റ പ്രാവശ്യം സങ്കല്പിക്കുമ്പോ. ഇത് തന്നെ 108 തവണ കുത്തിയിരുന്ന് സങ്കല്പിക്കുക ഡെയിലി. അത് 1000 തവണ ആകുക. അങ്ങനെ 5 ലക്ഷം തവണ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു സ്ഫടിക പാത്രം, ഉപ്പ്, പച്ചമാങ്ങ കടിച്ചു പൊട്ടിച്ച് തിന്നുന്നതായിട്ട് സങ്കല്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായിൽ ആ പുളി ഉണ്ടാകും, ഉപ്പിന്റെ ചുവയുണ്ടാകും. ഒരു പക്ഷേ സങ്കല്പം കൂടുതലാണെങ്കിൽ അവന്റെ മുമ്പിൽ ആ സ്ഫടിക പാത്രം കാണാനും പറ്റും. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞേക്കാം, പക്ഷെ ഉറപ്പായിട്ടും കാണാൻ പറ്റും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ മതി. അപ്പോ അതുപോലെ തന്നെയാണ് ഗണപതിയും, അതുപോലെ തന്നെയാണ് മുരുകനും. നമ്മൾ എന്ത് സങ്കല്പിക്കുന്നോ ആ സങ്കല്പം കൂടാൻ വേണ്ടിയിട്ടാണ് വ്രതങ്ങളും ഉപാസനയും. നമ്മൾ വ്രതം എടുത്ത ഒരാളെ, ഒരു ദേവതയെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കല്പശക്തി കൂടാനാണ്. ഞാൻ പട്ടിണി കിടന്ന് ഞാൻ വ്രതമെടുത്ത് എന്റെ ഗണപതിയെ കാണാൻ വേണ്ടി ഞാൻ വ്രതമെടുത്ത് ഞാൻ ജപിക്കുകയാണ്, കണ്ടിന്യൂ ജപിക്കുകയാണ്, മാലയിൽ ജപിക്കുകയാണ്, 5 ലക്ഷം തവണ ജപിക്കുകയാണ്, എന്റെ മറ്റെല്ലാ സമയവും കളഞ്ഞ് ഞാൻ ജപിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ദേവത നമ്മുടെ മുമ്പിൽ വരും. വന്നില്ലെങ്കിൽ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കും, കാണാതെ നിൽക്കും. കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കല്പിച്ചാൽ കാണുകയും ചെയ്യും. അപ്പൊ അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഏത് ദേവതയെയും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അത് മനുഷ്യനിർമ്മിതി മാത്രമാണ്. എക്സ്ട്രാ പവർ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ പൂർവികര് ഇതുപോലെ ഗാഢമായ രീതിയിൽ ഈ യൂട്യൂബും ഫോണും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവർക്ക് ജപിക്കാനാ നേരമുള്ളത്. നമുക്ക് കിട്ടുന്ന സമയത്ത് ഫോൺ നോക്കാനായിരിക്കും നേരം, ഇല്ലേ? സമയമാകുമ്പോ പറഞ്ഞേക്കണേ. അപ്പൊ ഫോൺ നോക്കുമ്പോ അല്ലെ അപ്പൊ ഇതൊന്നും ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികര് ജപിച്ച് ദേവതമാരെ സൃഷ്ടിച്ചിരുന്നു നമ്മുടെ പുരാണങ്ങളില്, അല്ലെങ്കിൽ പൂർവികര്. അങ്ങനെ സൃഷ്ടിച്ച ദേവതമാര് ഉണ്ട്, ക്ഷേത്രങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊരു ഗുരുവായൂരപ്പനാവാം, അല്ലെങ്കിൽ ശബരിമല ധർമ്മശാസ്താവാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലെ ദേവതമാരാവാം. അങ്ങനെയാണ് മനുഷ്യനിർമ്മിതമായ ക്ഷേത്രങ്ങളും പൂജകളും ആരാധനാലയങ്ങളും ഉണ്ടായത്. അല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച ഒരു ദൈവവും ഈ ഭൂമിയിൽ ഇല്ല, ഉണ്ടാവാനും പോകുന്നില്ല, സൂര്യൻ ഒഴിച്ച്. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇനി സൂര്യനും പ്രകാശം കൊടുക്കുന്ന ദേവതമാരുണ്ട്, സവിതാവെന്ന് പറയും, സവിതാവ്. പക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരാ, ഇല്ലേ? നമ്മുടെ ഡയറക്റ്റ് ദൈവം സൂര്യൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ജ്യോതിഷി, ഏറ്റവും വലിയ ശാസ്ത്രം ജ്യോതിഷമാണെന്ന് പറയുന്നതിന്റെ കാരണം ജ്യോതിഷികൾ ആരാധിക്കുന്നത് സൂര്യനെ തന്നെയാണ്. നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ രാവിലെയും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ അത് സൂര്യനെ സങ്കല്പിച്ചിട്ട് തന്നെയാണ്. അഗ്നി സംസ്കാരം നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അപ്പൊ ഇതാണ് പൂജയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, പൂജയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി കുറച്ചു നേരം അപ്പോ പൂജയുടെ പ്രാധാന്യം ഇങ്ങനെയാണ് പൂജയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു യുക്തിബോധം ഉണ്ടായിരിക്കണം പൂജ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും. ഇതെങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഒരു ഹോമം നടത്തുന്നു, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സംശയത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോ ഒരു ഹോമം നടത്തുന്നു എന്ന് വിചാരിക്കാം. ഈ ഹോമം നടത്തുമ്പോൾ നമ്മളെ ഹോമകുണ്ഡത്തിലേക്ക് ഒരുപാട് ദ്രവ്യങ്ങൾ ഹോമിക്കുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ വയറ് തന്നെയാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഊർജം
നമ്മുടെ ആമാശയത്തിൽ കിടന്ന് ദഹിക്കുന്നു എന്നാ പറയുന്നത് ഇല്ലേ? ഒരു ഡോക്ടർ പറയാണ് നിങ്ങളുടെ ഭക്ഷണം വിഘടിച്ചോ എന്ന് ചോദിക്കാറില്ല. ഒരു ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ ഭക്ഷണം വിഘടിച്ചു എന്ന് പറയാറില്ല, ദഹനം എന്നാ പറയുന്നത്. ദഹനക്കേടുണ്ട്, ദഹിച്ചില്ല എന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ ദഹനം എങ്ങനെയാണ്? നമ്മുടെ ജഠരാഗ്നിയിൽ കിടന്ന് ഭക്ഷണം ദഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കത്തിക്കുന്നു. നമ്മുടെ ജഠരാഗ്നിയിൽ കിടന്ന് ഭക്ഷണം കത്തുന്നു. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഊർജത്തെ അഥവാ എനർജിയെ പുതുതായിട്ട് ഉണ്ടാക്കുവാനോ എനർജിയെ നശിപ്പിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ഒരു വസ്തുവിലുള്ള ഊർജം മറ്റൊരു വസ്തുവിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഊർജത്തെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. വാഹനം ഓടിക്കുന്നത് ഇന്ധനത്തിലുള്ള ഊർജമാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഊർജമാണ്. എന്തും പ്രവർത്തിക്കണമെങ്കിൽ ഊർജം വേണം. ആ ഊർജത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോ നമ്മൾ കഴിക്കുന്ന അതെങ്ങനെയാ ഊർജം വേർതിരിക്കുന്നത് വെച്ചാൽ കത്തിക്കണം. അഗ്നിക്കിരയാക്കിയാലേ ഊർജം വേർതിരിയുള്ളൂ. അതുകൊണ്ടാണ് വാഹനത്തിന് ചൂടുള്ളത്, നമുക്ക് ചൂടുള്ളത് അതുകൊണ്ടാണ്. നിന്നിൽ ദൈവാംശം ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. സൂര്യന്റെ അംശം എന്റെ ഉള്ളിലുണ്ട് അഗ്നി. അതുകൊണ്ടാണ് എനിക്ക് ചൂടുള്ളത്. എന്റെ ഉള്ളിലുള്ള അഗ്നിയാവുന്ന ദൈവം ഇല്ലാതായാൽ തിരിച്ച് സൂര്യനിലേക്ക് തന്നെ അത് പോകും. അങ്ങനെ ഇല്ലാതായാൽ ഞാൻ ശവമാണ് അവിടെ, അല്ലേ? അപ്പോ നമ്മുടെ ജഠരാഗ്നിയിൽ കിടന്ന് ഭക്ഷണം ദഹിക്കുന്നു. ആ ദഹിക്കുമ്പോ ഊർജം വേർതിരിയുന്നുണ്ട്. ഭക്ഷണത്തിലുള്ള ഊർജം വേർതിരിഞ്ഞ് അത് രക്തത്തിലൂടെ ശരീരകോശങ്ങളിൽ എത്തിച്ചേരും. അതാണ് നമ്മൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജമായി മാറുന്നത്. കൈകാലുകളും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജമായി മാറുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഇതേപോലെ തന്നെയാണ് ഹോമം. നമ്മളെ ഹോമകുണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ഏത് ദേവതയാണ് ആ ദേവതയുടെ വയറായിട്ടാണ് സങ്കല്പം. അപ്പോ ഹോമദ്രവ്യം നമ്മൾ ഹോമിക്കുമ്പോ ഹോമകുണ്ഡത്തിൽ കിടന്ന് ദഹിക്കുമ്പോ ഊർജം വേർതിരിയുന്നുണ്ട്. ഏത് ഊർജം? നമ്മൾ ഹോമകുണ്ഡത്തിൽ ഇട്ട വസ്തുവിന്റെ ഊർജം വേർതിരിയുന്നുണ്ട്. ഈ ഊർജമാണ് നമ്മളുടെ ദോഷദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഊർജമായി മാറുന്നത്. ഇപ്പൊ ഗണപതി ഹോമമാണ് നടത്തുന്നതെങ്കിൽ ആ ഗണപതി ഹോമത്തിൽ കത്തുന്ന ദ്രവ്യങ്ങൾ, അഷ്ടദ്രവ്യമാണ് ഗണപതി ഹോമത്തിൽ നമ്മൾ ഇടുന്നത്. ആ ദ്രവ്യത്തിൽ നിന്ന് വരുന്ന കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് നമ്മളെ തടസ്സങ്ങൾ മാറ്റുന്ന ഊർജമായിട്ട് നമ്മുടെ ഓറയിൽ വരുന്നത്. നമ്മുടെ ശരീരത്തിന് ചുറ്റും വരെ എനർജി ബോഡി ഉണ്ട്, അതിലേക്ക് വന്ന് ലയിക്കുകയും നമ്മളുടെ എന്താണോ തടസ്സം അത് മാറുകയും ചെയ്യും. അങ്ങനെയാണ് ഹോമത്തിൽ പ്രസക്തി വരുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് പൂജാ സംവിധാനത്തിലുള്ള പറയാനുള്ളത്. വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി സംശയമുള്ളത് എന്താണോ ചോദിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ പറയാം. ഇപ്പൊ എന്താണ് ചോദിക്കാനുള്ള ചോദിക്കും. നമുക്കൊരു 5 മിനിറ്റ് സമയമുണ്ട്. 5 മിനിറ്റ് സമയമുണ്ട്. പറഞ്ഞ കാര്യത്തിലുള്ള ചോദിച്ചോളൂ. സാറേ, നമ്മുടെ 12 കോളത്തിലുള്ള ഗ്രഹങ്ങളെ എങ്ങനെയായിരുന്നു ജപിക്കേണ്ടതെന്ന് ഒന്നുകൂടി ഒന്ന് പറയാമോ? 12 കള്ളി നമ്മുടെ ഇപ്പൊ ചേച്ചിയുടെ പേരെന്താ? സബിത. സബിത ചേച്ചിയുടെ ലഗ്നം എവിടെ നിൽക്കുന്നു? ഇടവ ലഗ്നം. അപ്പൊ ഓം ലഗ്നാധിപനായ ഓം ശുക്രായ സ്വാഹ. അത് ഹോമിക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാരൻ ഓം ലഗ്നാധിപനായ ശുക്രായ നമ എന്ന് മതി. ഇനി അത് ഞാൻ 12 കള്ളിയും പറഞ്ഞുതരാം, ഒന്ന് എഴുതിയെടുത്തു. ഓം ലഗ്നാധിപനായ ശുക്രായ നമ. ലഗ്നത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം, അതവിടെ നിൽക്കട്ടെ. ലഗ്നത്തിൽ നിൽക്കുന്ന ഓം അങ്കാരകായ നമ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇനി ഓം 2ാം ഭാവാധിപനായ ഓം ബുധായ നമ. ഇനി 3ാം ഭാവാധിപനായ ഓം സോമായ. ഓം സോമായ നമ. 3ാം ഭാവാധിപനായ ഓം സോമായ നമ. അവിടെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാവരുടെയും വാക്ക് നമുക്കിപ്പോ കിട്ടും. 4ാം ഭാവാധിപനായ ഓം ഹ്രണിസൂര്യ. മേഘത്തിന്റെ ഖ കേട്ടോ. മേഘത്തിന്റെ ഖ ഇട്ടിട്ട് താഴത്തെ റീറൂ ചിഹ്നം. ഓം ഹ്രണിസൂര്യ. ഹ്രണി സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഹ്രണിസൂര്യ ആദിത്യായ നമ.
ഓക്കെ. അഞ്ചാം ഭാവാധിപനായ ഓം ബുധായ നമ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ആറാം ഭാവാധിപനായ ശുക്രായ നമ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ. ഇനി ഏഴാം ഭാവാധിപനായ ഓം അങ്കാരകായ നമ, അത് ചൊവ്വയാണ് കേട്ടോ. വൃശ്ചികത്തിൽ വന്നില്ലേ നമ്മള്? ആ അതെ ഓക്കെ അതെ അല്ലേ? ആ അതെ. ഭാവാധിപനായ ഓം അങ്കാരകായ നമ. ഓക്കെ. ഇനി എട്ടാം ഭാവാധിപനായ ഓം ബൃഹസ്പതയേ നമ. എട്ടാം ഭാവാധിപനായ ഓം ബൃഹസ്പതയേ നമ. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴാണ് കേട്ടോ. ആ അതെ അതെ. ഇനി ഒമ്പതാം ഭാവാധിപനായ ശരി. ഒമ്പതാം ഭാവാധിപനായ ഓം ശനൈശ്വരായ നമ. ശനൈശ്വരായ നമ. ഷാ എഴുതുക. ഷാ എഴുതിയിട്ട് ഇഷ്ട, ഷായും ചായും കൂടെ ചേർന്ന സാധനം ഇഷ്ട. ശനൈശ്വരായ നമ. ശനൈശ്വരായ നമ. ശനൈശ്വരായ നമ. ബാക്കിയെല്ലാം അറിയാലോ. 10 ശനൈശ്വരനാണ്, 11 ബൃഹസ്പതിയാണ്, 12 അങ്കാരകനാണ് ഇല്ലേ? ഇനി ഓരോ കളിയിൽ നിൽക്കുന്ന, അപ്പൊ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഓ ശനൈശ്വരായ നമ. അങ്ങനെ മനസ്സിലായോ? നിൽക്കുന്ന എന്ന് എക്സ്ട്രാ പറഞ്ഞാൽ മതി നമ്മള്. അതിനും 108 വേണം കേട്ടോ. ഇതൊക്കെ 108 പ്രാവശ്യം പറയണോ അല്ലേ? എല്ലാം 8 to 108, കുറഞ്ഞത് 8, മാക്സിമം 108. 108 കൂടാൻ കുഴപ്പമില്ല, പക്ഷെ 108എങ്കിലും നമ്മളെ സമയമുള്ളപ്പോ 108 എടുക്കാം, സമയമില്ലാത്തപ്പോ 8 എടുക്കാം. ഇതെല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം. ജ്യോതിഷിയാണെങ്കിൽ ചെയ്തിരിക്കണം. ജ്യോത്സ്യം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം, എന്നാലേ സൊല്യൂഷൻ ഉള്ളൂ. ഇന്ന് നമ്മുടെ അടുത്ത് വരുന്നവൻ 10 പേരെയും കൊണ്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം. അല്ല, സാധാരണക്കാർക്കാണെങ്കിൽ ജ്യോതിഷ അല്ലെങ്കിൽ ജ്യോതിഷം അല്ലെങ്കിൽ നിർബന്ധം ഇല്ല, വേണമെങ്കിൽ നല്ലതാണ്. പിറന്നാൾ ഹോമമായിട്ട് വർഷത്തിൽ ഒരിക്കൽ തിരുമേനിമാരെ കൊണ്ട് ചെയ്യിച്ചാലും മതി. ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഞാൻ പറയുന്നത് ജ്യോതിഷികൾ നിർബന്ധമായിട്ട് ചെയ്യണം. സാധാരണക്കാരാണെങ്കിൽ എക്സ്ട്രാ പവർ ഉണ്ടാവും. നമ്മുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആവും. ഒരമ്പലത്തിലും നമുക്ക് പോകണ്ട. നമ്മള് സൂര്യനാണെങ്കിൽ ഏതാ പറയുന്നേ? സൂര്യന്റെ ഏതായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ, ഗ്രണി സൂര്യ ആദിത്യ. ഗ്രണി സൂര്യ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. വേറെന്താ സംശയം? അപ്പൊ ഒന്നിക്കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാലോ? ഇപ്പൊ കുംഭത്തില് ബുധനും ഗുരുവും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചൊല്ലും? കുംഭം എന്ന് പറയുമ്പോ നമ്മുടെ എത്രാം ഭാവ? 9ാം ഭാവമാണോ? 6ാം ഭാവം. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ആരാണ്? ബുധനും ഗുരുവും. 6ാം ഭാവത്തിൽ നിൽക്കുന്നവൻ ബൃഹസ്പതയേ നമ. 6ാം ഭാവത്തിൽ നിൽക്കുന്നവൻ ബുധായ നമ. 6ാം ഭാവത്തിൽ നിൽക്കുന്നവൻ ബൃഹസ്പതയേ നമ എന്ന് 108 തവണ ചൊല്ലണം. ഇനി അത് തന്നെ വീണ്ടും പോണം. 6ാം ഭാവത്തിൽ നിൽക്കുന്നവൻ ബുധായ നമ എന്ന് ജപിക്കുക. 6ാം ഭാവത്തിൽ നിൽക്കുന്നവൻ ശുക്രായ നമ. അവിടെ 5 ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ 5ഉം പറയണം. 5 സെപ്പറേറ്റ് എടുക്കണം. ഭാവാധിപനെ പറയണ്ടേ? ശനീശ്വരൻ നിർബന്ധമായിട്ട് പറയണം. 3 പറയണം 108 വീതം. ബാക്കിയുള്ളവർ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? മനസ്സിലായി. ചന്ദ്രൻ എന്താ പറഞ്ഞേ? സോമായ. മാന്തിയുടെ എന്ന് പറയാമോ? ഓം ഗുളികായ നമ. കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. അതാരാണെങ്കിലും കൊള്ളാം, ഞാൻ വിട്ടുപോയതാണ്. ഗുളികൻ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഓം ഗുളികായ നമ, അല്ലെങ്കിൽ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ഓം ഗുളികായ നമ, 5ാം ഭാവത്തിൽ നിൽക്കുന്ന ഓം ഗുളികായ നമ. അങ്ങനെ ചെയ്യാം. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾക്കിത് ഒരു സമയം ഉണ്ടോ ചൊല്ലാനായിട്ട്? ഇല്ല. അതായത് ഇത് നമ്മളുടെ ഗ്രഹനിലയല്ലേ, മറ്റുള്ളവന്റെ ഗ്രഹനിലയല്ല. നമ്മളുടെ ഗ്രഹനിലയാണ്. നമ്മൾക്ക് ശുദ്ധം ഉള്ളപ്പോഴും അശുദ്ധി ഉള്ളപ്പോഴും കുലയുള്ളപ്പോഴും വാലായ്മ ഉള്ളപ്പോഴും ഒക്കെ നമ്മൾ തന്നെയല്ലേ? ഇല്ലേ? നമ്മൾ വാഷ്റൂമിൽ പോയാലും നമ്മളാണ് ഇല്ലേ? നമ്മൾ മരിച്ച വീട്ടിൽ പോയാലും നമ്മൾ തന്നെയല്ലേ? നമ്മുടെ ഏതെങ്കിലും ഗ്രഹത്തെ മാറ്റി വെച്ചിട്ടാണോ പോകുന്നത്? ഒരിക്കലും അല്ല, ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും കുലയുള്ളപ്പോഴും വാലായ്മയുള്ളപ്പോഴും ഋതുവാണെങ്കിലും, സ്ത്രീകൾ ഋതുവാണെങ്കിലും മരിച്ച വീട്ടിൽ പോയാലും ഒക്കെ നമുക്ക് ഈ മന്ത്രം ജപിക്കാം. ഇത് നമ്മൾ തന്നെയാണ്.
ഇതിന് ശുദ്ധാശുദ്ധം ഒന്നും ബാധകമല്ല കേട്ടോ. ചൊല്ലുമ്പോ ഏതെങ്കിലും വാക്ക് ചിലപ്പോ കറക്റ്റ് ആയിട്ട് അങ്ങനെ വേർഡ്സ് അറിയാതെ തെറ്റിപ്പോയാ തെറ്റിപ്പോകത്തില്ല. അതായത് നമ്മൾ നിത്യം ചെയ്യുന്നുണ്ടോ അതിന് അപ്ഡേഷൻ വരും. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് കേൾക്കുമ്പോഴല്ലേ പ്രശ്നം. നിങ്ങൾ 3-ാം ദിവസം അത് ഓക്കെ ആയിരിക്കും 100%. കാരണം വചനമാണ് ദൈവം, വാക്കുകൾ മാത്രമാണ് ദൈവം. വാക്കിന് രൂപം കൊടുക്കുമ്പോഴാണ് ദേവതയുടെ രൂപം ഉണ്ടാകുന്നത്. അപ്പൊ വചനം തെറ്റിയാൽ അത് തിരുത്താൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ തിരുത്താൻ ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ വരും. അല്ലെങ്കിൽ അതിന് ആരെങ്കിലും പറഞ്ഞു തരും, കറക്റ്റ് ആക്കും. അല്ല, മാന്തിനെ ചിലര് പറയുന്നിട്ടുണ്ട്, മാന്തിന് എല്ലാ സമയത്തും അങ്ങനെ ആ മന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് സമയം ഉണ്ടോന്ന് ചോദിച്ചു. അതിനൊരു കഥയുണ്ട്. അതായത് ഒരു ഗുരു അദ്ദേഹത്തിന്റെ 18 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, സമയമില്ല, കഴിഞ്ഞു കേട്ടോ, നാളെ പറയാം. ഇത് നിർത്തിയാൽ മതി. രാഹുലും കേതുവിനും ഇല്ലേ? കറക്റ്റ് ആട്ടോ. പറയില്ലേ ഗ്രണിസൂര്യ എന്ന് പറയില്ലേ? അപ്പൊ അത് എന്തെങ്കിലും അർത്ഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സൂര്യന്റെ മൂലമന്ത്രാണത്. സൂര്യഭഗവാന്റെ മൂലമന്ത്രാണ്. മാന്തിന്റെ മാത്രം ഒന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്താൽ മതി പ്ലീസ്. നാളെ പറയാം. സാറ് പറഞ്ഞിട്ടുണ്ട്. രാഹുവും കേതുവോ? തീർച്ചയായിട്ടും പറയും. നല്ലൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. രാഹു കേതു പറഞ്ഞില്ല. ഓം കേതവേ നമ. ഓക്കെ ഓക്കെ. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു രാഹവേ നമ, 2-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതവേ നമ. താങ്ക് യു സർ. സമർപ്പിക്കാം. ഓം മൂർത്തിപ്യേ ശശഭൃതോ വർമ്മ പുനർജന്മനാം ആത്മേത്യാത്മവിദാം ക്രതുച്ഛേജതാം ഭർത്ത അമരജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി വിഭൂശ്ച അനേകദായാശ്രുതൗ വാചം ന സതദാതു നൈകകിരണസ്ത്രൈലോക്യ ദീപോ രവി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്ക് യു സർ. 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 ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു. Thank you, sir. Thank you so much. Thank you, sir. ക്ലാസ് കഴിഞ്ഞതേ അറിഞ്ഞില്ല, ഇത്ര വേഗം. Thank you, sir. സമയം പോയി പറഞ്ഞില്ലേ. അഗ്നിയുടെ വേഗത്തിൽ ക്ലാസ് എടുത്തു. കറക്റ്റ് സുമേ. കറക്റ്റ് സുമ പറഞ്ഞത് ഇപ്പൊ കറക്റ്റ്. അത്രക്ക് സ്പീഡും ഉണ്ടായി, ടൈം പോയത് പറഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞോട്ടോ, വൈൻഡപ്പ് ചെയ്തു കേട്ടോ, ലെഫ്റ്റ് ആയിക്കോട്ടോ. പക്ഷെ അത് എനിക്ക് ലെഫ്റ്റ് ആവാൻ പറ്റണില്ല. അതാണ് ദാസേ, ലെഫ്റ്റ് ആവാൻ പറ്റുന്നില്ല. ഓപ്ഷൻ കാണുന്നില്ല. കിട്ടി.